മുംബൈയിൽ കനത്ത മഴ തുടരുകയാണ്. അടുത്ത 3 മണിക്കൂറിൽ അവിടെ കാര്യമായി മഴ തുടരുമെന്നാണ് വിവരങ്ങൾ. അവിടെ റെഡ് അലർട്ട് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മഴയുടെ കൂടുതൽ വിവരങ്ങളുമായി ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ചേരുകയാണ്. ശ്രീനാഥ്, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞു, എന്താണ് വിവരം? ഇന്നലെ മുതൽ മുംബൈയിൽ മഴ ഇങ്ങനെ ശക്തമായി വരികയായിരുന്നു. ഇന്നലെ ഇപ്പോൾ രാത്രിയായപ്പോൾ കാര്യമായ മഴ പെയ്തു. അതിൻ്റെ ഒരു കണക്ക് പരിശോധിക്കുമ്പോൾ 100 മില്ലിമീറ്ററിലധികം മഴ പുലർച്ചെ പെയ്തു എന്നതാണ് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. മാത്രമല്ല, ഇനിയിപ്പോൾ അടുത്ത 3 മണിക്കൂറിലേക്ക് മുംബൈ, താനെ, റായ്ഗഡ് ജില്ലകളിൽ റെഡ് അലേർട്ട് ആയിരിക്കും. അതിശക്തമായ മഴ പെയ്യും എന്നതാണ് മുന്നറിയിപ്പുള്ളത്. ഇപ്പോഴും ആകാശം മൂടിക്കെട്ടി കിടക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നുണ്ട്. ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇന്ന് പുലർച്ചെ ഏതാണ്ട് 2 മണിക്കൂർ സമയം മഴ മാറി നിന്നിരുന്നു. പക്ഷേ അപ്പോഴേക്കും മുംബൈ നഗരത്തിന്റെ പലയിടങ്ങളിലും വെള്ളക്കെട്ട് രൂക്ഷമായിട്ടുണ്ട്. നമുക്കറിയാം, ഇന്നിപ്പോൾ രാവിലെ ആയപ്പോൾ മോണോ റെയിൽ സർവീസും തടസ്സപ്പെട്ടത് നമ്മുടെ മുന്നിലുണ്ട്. നേരത്തെ മഴ ശക്തമായ സമയങ്ങളിലൊക്കെ തന്നെ മോണോ റെയിലിന് ഇങ്ങനെ സാങ്കേതിക തകരാറ് ഉണ്ടാവുന്നത് കണ്ടതാണ്. ഇന്ന് രാവിലെ അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുകയും ചെയ്തു. കിങ് സർക്കിൾ അടക്കം പതിവ് വെള്ളക്കെട്ട് ഉണ്ടാവുന്ന മേഖലകളിലൊക്കെ ഇന്ന് വെള്ളക്കെട്ടുണ്ട്. ഞാനിന്നിപ്പോൾ രാവിലെ വരുമ്പോൾ അന്തേരി സബ്വേ അടക്കമുള്ള മേഖലകളിലൂടെയാണ് വന്നത്. സാധാരണ മഴ ശക്തമായാൽ അവിടെ വലിയ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ഗതാഗതം പൂർണ്ണമായി നിർത്തേണ്ടി വരികയും ചെയ്യുന്നതാണ്. ഇതുവരെ അത്തരമൊരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ന് പകൽ കൂടുതൽ ശക്തമായ മഴ ലഭിക്കും എന്നതാണ് സൂചന. ഇതുവരെ ഏതെങ്കിലും മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. SK.